എല്ലാവർക്കും നമസ്കാരം. കാലത്ത് തന്നെ ഇവിടെ വലിയ കാറ്റും മഴയൊക്കെയാണ്. ഇവിടുത്തെ പൂജ കഴിഞ്ഞിട്ട് വേണം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കൊന്ന് പോവാൻ. മധുര നഗരം മുഴുവൻ തന്റെ ശാപത്താൽ ചുട്ട് വെണ്ണീറാക്കിയ കണ്ണകയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? തന്റെ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യരാജാവിനെയും പാണ്ഡ്യരാജ്യത്തെയും അഗ്നിക്കിരയാക്കിയ കർണകി ദേവദാസിയായ മാധവിയുടെ വശ്യതയിൽ മയങ്ങിക്കഴിഞ്ഞിരുന്ന കോവലനെ തന്റെ പാതിവൃത്യത്താലും തപോബലത്താലും തിരിച്ചു കൊണ്ടുവന്ന കർണകി കോവലന്റെ തെറ്റുകൾ ക്ഷമിച്ച് തന്റെ കാലിൽ കിടന്ന രത്നം നിറച്ച ചിലമ്പ് വ്യാപാരത്തിന് കൊടുത്ത കർണകി രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന തെറ്റിദ്ധാരണയിൽ രാജാവ് കോവലന്റെ തലയറുത്തു. ഇതറിഞ്ഞ കർണകി കോപത്താൽ കാളിയായി മാറി. അവളുടെ ഓരോ ചൂടും മധുരാപുരിയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അവളുടെ ചുടു കണ്ണുനീരിൽ നിന്നും ഉയർന്ന അഗ്നി മധുര നഗരം ചുട്ട് ചാമ്പലാക്കാൻ തുടങ്ങിയപ്പോൾ മധുര മീനാക്ഷി അമ്മ വന്ന് കോപം ശമിപ്പിച്ച കഥ കേട്ടിട്ടുണ്ടോ? പിന്നീട് കൊടുങ്ങല്ലൂർ അമ്മയുടെ പക്കൽ ലയിച്ചു ചേർന്ന കർണകിയുടെയും കോവലന്റെയും ഈ കഥ മനോഹരാണ്. അത് കേട്ടിരിക്കേണ്ട ഒരു കഥയാണ്.